ഇപ്പോ നമ്മള് കേട്ടിട്ടുള്ള ഒരു കോംബോ ആണ് അലുവയും മത്തിക്കറി അങ്ങനെ. അപ്പൊ ഞാനത് ആദ്യമേ വിചാരിച്ചതാ അതെടുത്തിട്ട് വരണം അങ്ങനെയൊക്കെ വിചാരിച്ചതാ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കോംബോ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടും വിയേർഡായിട്ടും വന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ വീഡിയോസ് ഒക്കെ കുറച്ച് ട്രെൻഡിങ് ആവാനായിട്ട് റീസൺ. പിന്നെ എനിക്ക് തോന്നുന്നു അധികം ആൾക്കാരൊന്നും ഇത് ട്രൈ ചെയ്തിട്ടില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ അതിലേക്ക് കയറി വന്നാൽ ആർക്കും വലിയ ഇഷ്ടാവില്ല. കാരണം പൊതുവെ ഓൾറെഡി വേറെ ആൾക്കാർ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇത് വലിയ ട്രെൻഡായിട്ടൊന്നും നിൽക്കൂല. ഞാനായിട്ടാണ് ആദ്യമായിട്ട് വന്നത്. അപ്പം തന്നെ ആൾക്കാർക്ക് ഭയങ്കര കൗതുകം, അയ്യോ ഇതെന്താ ഇങ്ങനത്തെ ഒരു ഫുഡ് കഴിക്കുന്നത് അങ്ങനെ. പിന്നെ കമന്റ്സ് നോക്കിയാൽ അറിയാം, മുക്കാ ഭാഗം ആൾക്കാരും ബാഡായിട്ടാണ് കമന്റ്. പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. ഏറ്റവും ഭയങ്കര വേദനിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും കമന്റ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടോ? എല്ലാം വേദനിപ്പിക്കുന്ന കമന്റ്സ് തന്നെ. അപ്പൊ അതുകൊണ്ട് അത് നോക്കാറില്ല എന്നല്ല, അത് മൈൻഡ് ചെയ്യാറില്ല. കാരണം അവര് കമന്റ്സ് ഓണാക്കി, കമന്റ് ബോക്സ് ഓണാക്കി എന്തായാലും കമന്റ് വരും എന്നുള്ള ഉറപ്പാണ്. പിന്നെ അവർ പറയട്ടെ, നമ്മളതിന് പ്രതികരിക്കാൻ പോയി അവരൊരു തെറി പറഞ്ഞു, നമ്മളൊരു തെറി പറഞ്ഞു, തെറിയോട് തെറി. പിന്നെ ആ കമന്റ് ബോക്സ് മുഴുവൻ തെറിയാവും. പിന്നെ അവരിഷ്ടമുള്ളത് പറയട്ടെ, നമ്മളത് ഇങ്ങനെ കാണുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോ നേരത്തെ സംസാരിച്ചപ്പോ പറഞ്ഞല്ലോ വെറൈറ്റി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അപ്പോൾ വേറെ നേരത്തെ ഉള്ള വീഡിയോസ് ഒക്കെ ട്രൈ ചെയ്തിട്ട് അതൊരു റീച്ചിലേക്ക് എത്താതിരുന്നപ്പോ ഇങ്ങനെ ട്രൈ ചെയ്തതാണോ?